ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റൽ നീ വീണ്ടെടുത്തതിനാൽ നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്നു
ഏറ്റെടുക്കുന്നു അടിയൻ ഏറ്റെടുക്കുന്നു കർത്താവേ സ്തോത്രം എന്നെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഹല്ലേലൂയ 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 കരത്തിലേക്ക് തരുന്നു ഹല്ലേലൂയ കരത്തിലേക്ക് തരുന്നു എടുപ്പാൻ പാടില്ല യേശുരാജൻ വാഗേ ഹല്ലേലൂയ 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 ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ താഴ്ത്തി കൊടുത്താൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം നിറയട്ടെ നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്റെ അടുക്കൽ പറയുന്ന പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞതുപോലെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ബാബാരി 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 ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഒന്നുമില്ല അടിയങ്ങളൊന്നുമില്ല അടിയങ്ങളുടെ കുറവുകളെ ക്ഷീണമേ ഈ കുഞ്ഞിന് പോകാൻ നടക്കുവാനുള്ള വഴികളെ ഞങ്ങൾ അങ്ങയുടെ വേലക്കാരാകത്താവേ ഞങ്ങൾ അങ്ങയുടെ നാം ദൂഷിക്കപ്പെടരുത്. ഞങ്ങൾ അങ്ങയുടെ വേലക്കാരാ. ഹല്ലേലൂയ അങ്ങയുടെ പെട്ടകത്തിന് ചുമല കൊടുത്തവരാ. ഹല്ലേലൂയ 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 കർത്താവേ സഹായിക്കണമേ. ഹല്ലേലൂയ അപ്പച്ച കണ്ണു തുറന്നാട്ടെ. അപ്പച്ച കണ്ണു തുറന്നാട്ടെ. അപ്പച്ച കണ്ണു തുറന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ മുഖം റേഡിയൻ്റാകട്ടെ കർത്താവേ. ഞങ്ങളുടെ മുഖം റേഡിയൻ്റാകട്ടെ കർത്താവേ. റേഡിയൻ്റാകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖം റേഡിയൻ്റാകട്ടെ. ഞങ്ങളുടെ കരുവാളിപ്പ് മാറട്ടെ. പ്രാപിക്കുന്നു കർത്താവേ. എൻ്റെ കരുവാളിപ്പ് മാറട്ടെ. ഹല്ലേലൂയ എൻ്റെ കണ്ണ് തുറക്കണമേ. വ്യാപിക്കുന്ന ദൈവശക്തി വേളമായിട്ട് വലിപ്പോന്ന് കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. അപ്പച്ച എൻ്റെ കണ്ണ് തുറക്കണമേ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പച്ച ആ കേസരിയും പുഴ സമാഗമന കൂടാരത്തിൽ ഹല്ലേലൂയ അങ്ങനെ പുരോഹിതന്മാർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. അടിയൻ അനുഭവിക്കുന്നു.
കർത്താവേ പോരാ, പോരാ കർത്താവേ പോരാ, പോരാ കർത്താവേ അപ്പച്ചാ പോരാ, എനിക്ക് പോരാ, എനിക്ക് പോരാ, എനിക്ക് പോരാ കർത്താവേ. യാചിക്കുന്നവരെ തൃപ്തരാക്കുന്ന എൻ്റെ ദൈവമേ, ഞാൻ യാചിക്കുന്നു. ഒരു മകനപ്പനോട് യാചിക്കേണ്ട കാര്യമില്ല, ചോദിക്കുന്നു അപ്പച്ചാ, ഞാൻ ചോദിക്കുന്നു. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു കർത്താവേ. മകൻ എന്നുള്ള അവകാശത്തോടെ ഞാൻ ചോദിക്കുന്നു. പോരാ അപ്പച്ചാ, നിറച്ചേ മതിയാകും, നിറച്ചേ മതിയാകും അപ്പച്ചാ, അപ്പച്ചാ നിറച്ചേ മതിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്മോസിലായാലും ഏകയായി മാറിയാലും അരികെ പത്മോസിലായാലും ഏകയായി മാറിയാലും അരികെ ഞാൻ അനുഭവിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം, ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഒരു ഫയർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്നു. അപ്പച്ചാ അപ്പച്ചാ ഞാൻ കാണാൻ അങ്ങ് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചു കൊടുത്താൽ, എനിക്ക് വേണ്ടി ഞാൻ കാണും. എന്നോട് എന്താ പാവം ചെയ്യത്തില്ല കർത്താവേ, അറിഞ്ഞുകൊണ്ട് പാവം ചെയ്യത്തില്ല കർത്താവേ. ആമേൻ. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുന്നു, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുന്നു. ഹല്ലേലൂയ, ഞാൻ കാണുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിയോട് സംസാരിച്ചാലും അടിയോട് സംസാരിച്ചാലും കാണുന്നു. ഹല്ലേലൂയ, കാണുന്നല്ലോ. അടിയിലുള്ള വെള്ളപ്പാടും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ കാണുന്നു. ഹല്ലേലൂയ, അടിയനോടുള്ള വെള്ളപ്പാട് അറിയിക്കണമേ അപ്പച്ചാ, അടിയനോട് സംസാരിക്കണമേ അപ്പച്ചാ, അടിയനോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, സംസാരിക്കണമേ.
ഹല്ലേലൂയ അപ്പച്ചാ ഒരു മഴ പെയ്യുന്നു, മഴ വരുന്നു. രാത്രി ഒരു കാർമേഘം വീശുക. രാത്രി പെയ്യട്ടോ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റായി വീശണമേ. കാർമേഘം വന്ന് നിൽപ്പുണ്ട്. രാത്രി പെയ്യാൻ പ്രാർത്ഥിക്കും, പെയ്യാൻ പ്രാർത്ഥിക്കും. മഴയായി പൊട്ടി വെള്ളം ഞങ്ങളുടെ മേലെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത പോലെ നരിയാണികളല്ല ഒട്ടാവേ, നരിയാണികളല്ല ഒട്ടാവേ, ഉരുളമല്ല ഒട്ടാവേ, അരയോളമല്ല ഒട്ടാവേ, നീന്തിയിട്ടല്ല നടപ്പാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാണുന്നു. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ദാസൻ കൊണ്ട് സംഭവിക്കട്ടെ, അങ്ങനെ ദാസൻ കൊണ്ട് സംഭവിക്കട്ടെ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ അനുഭവം പുതുഭാഷ തുടങ്ങട്ടെ, അനേക ഭാഷകൾ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധപ്പെട്ടിയാനുള്ള കൃപ, വായിക്കുവാനും എഴുതുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറബിക്ക് സംസാരിക്കണം, ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ എനിക്ക് വേണം. അരേമ്യ ഭാഷ എനിക്ക് അറിയണം കർത്താവേ. പുതുഭാഷകൾ അവനെ കാണിക്കുന്ന ഒരു സിംഹയുടെ ഉണ്ട്. യഹൂദാഗോത്രത്തിലെ സിംഹം വന്നേനായി സ്തോത്രം. യേശു കർത്താവിടെ എത്തിയിട്ടുണ്ട്. സ്തോത്രം ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യഹൂദാഗോത്രത്തിലെ സിംഹം അവിടെ എത്തിയിട്ടുണ്ട്. യേശു കർത്താവിന്റെ രാത്രി എത്തിയിട്ടുണ്ട്. അലറുന്ന സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. വലിയ മുഴക്കം കേൾക്കുന്നു, മുഴക്കം കേൾക്കുന്നു. അലറുന്ന സിംഹത്തിന് സിംഹത്തിന്റെ മുഴക്കം കേൾക്കുന്ന രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ Master. Thank you, my Father. Hallelujah. Yes. യഹൂദർ സിംഹനെ തിരിക്കുന്നതായി
ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ദൈവശക്തിയാകട്ടെ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ദൈവസ്ഥാനത്ത് വെളിപ്പെടട്ടെ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ശക്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ശക്തിയുടെ രാത്രി വെളിപ്പെടട്ടെ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ശക്തിയുടെ രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ശക്തിയുടെ രാത്രി വെളിപ്പെടട്ടെ. പെരുവെള്ളത്തിന്റെ ഇരശിൽ പോലെ ശക്തം. അകാലവൃദ്ധങ്ങൾ ഹല്ലേലൂയ രാത്രിയിൽ ഓരോ സ്വർഗ്ഗ ദർശനങ്ങൾ കാണട്ടെ. സ്വർഗ്ഗ ദർശനങ്ങൾ കാണട്ടെ. സ്വർഗ്ഗ ദർശനങ്ങൾ കാണട്ടെ. ദർശനങ്ങൾ കാണട്ടെ. സ്വർഗ്ഗ ദർശനങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ. ആത്മസാന്നിധ്യം, ആത്മസാന്നിധ്യം, ആഴമുള്ള ആത്മസാന്നിധ്യം. Touch Holy Spirit, touch Holy Spirit, touch Holy Spirit. Urakama, Kamalabara, Sharara. Yes, fire, 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 fire. Agni. Diratri Agni, Agni, Agni. Tejas, 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 Tejas. Hallelujah. Dabarakama, Shabarabana. Yes. Dabarakama, Dabarakama. Sala, Sala, Baba, Kana, Slesa. Holy Spirit fire. 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 There's nothing worth more Holy to Spirit fire. ever come through. Holy Spirit fire. Nothing can compare. More power. Feel the Holy Spirit. We surrender you. Your presence, Lord. More presence. I've tasted and seen More the presence. sweetest of loves. When my heart becomes free and my shame is undone. Your presence, Lord. Holy Spirit, you are welcome. Comfort this place and fill the atmosphere. Your glory, that is what I want to be overcome by your presence, Holy Spirit. Holy Spirit, you are welcome. I surrender, Holy Spirit. Send your glory behold to me. Mighty power. Mighty One more time, say, Holy Spirit, you're welcome here. Holy Spirit, yes. Come flood this place and fill the atmosphere. Your glory, that is what I want to be overcome by your presence, Lord.
this room right now. Hallelujah. പൂക്കൾ തോട്ടം പോലെ. Let your presence fill Jesus. Hallelujah. my life right now. Hallelujah. Let your glory fill this room right now. സ്പിരിറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യും. Hallelujah. യാത്ര ചെയ്യുന്നു. അനേക ഇടങ്ങൾ Hallelujah. Hallelujah. Let us become more aware of your presence. Let us experience the glory, your goodness. Let us become more aware of your presence. Let us experience glory of Hallelujah. goodness. എടുത്തോണ്ട് പോയത് എടുത്തോണ്ട് പോകാം. Hallelujah. ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയത് എടുത്തോണ്ട് പോകാം. Yes. Experience glory of God. ആത്മാവിൽ കർത്താവ് നിങ്ങളെ പലത് കാണിക്കാൻ തലത്തിലേക്ക് ഉയരട്ടെ. Hallelujah. തലത്തിലേക്ക് ഉയർത്തണമേ. സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്തിന് വേണ്ടി സകലാത്മീയ തുറന്ന് ഞങ്ങളെ കാണിക്കണമേ. അപ്പച്ചന്റെ തേജസ്സേ സ്തോത്രം സ്തോത്രം ലോകത്തിലെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി വന്നതല്ല ഇവിടെ. സ്വർഗീയ ദർശനങ്ങളെ തീരത്തിരുന്നപ്പോൾ സ്വർഗീയ ദർശനങ്ങളെ കണ്ടതുപോലെ കർത്താവേ ഞങ്ങൾ സ്വർഗീയ ദർശനങ്ങളെ കാണട്ടെ. സ്വർഗം തുറന്നിരിക്കുന്ന കാണട്ടെ. സ്വർഗം തുറന്നു. ആമേൻ ആമേൻ. വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ വീര്യപ്രവർത്തനം ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ. ഞങ്ങൾ പ്രാപിക്കട്ടെ കർത്താവേ. ഈ തലമുറയിൽ നടക്കട്ടെ കർത്താവേ. പ്രോക്സിമിറ്റി ഹീലിംഗ് ഞങ്ങളുടെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകണം കർത്താവേ. ഞങ്ങളുടെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ഞങ്ങളുടെ ഉത്തരീയം കൊണ്ടുവന്ന് റൂമാൽ കൊണ്ടിടുമ്പോൾ അലറിക്കൊണ്ട് ഓടട്ട് കർത്താവേ. അതൊക്കെ ഇവിടുത്തെ ലോകത്തിലെ കാര്യങ്ങൾ. ഇവിടെ വരുമ്പോൾ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങളെ പറയുക. അണിപ്പാടുള്ള നടക്കുക. ഹൃദയത്തിനോട് സംസാരിക്കുക. നമ്മൾ പ്രകടിപ്പിക്കുമാണ് അങ്ങോട്ട് ചേർന്നിരിക്കുവാനുള്ള യേശുവിന്റെ കണ്ണുകൾ ഭയങ്കര എന്താ പറയുന്നത് കാം കണ്ണാണ്.
Hallelujah. We love you, Holy Spirit. We love you, Holy Spirit. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. I love you. I പിതാവായ adore you. ദൈവത്തോട് നിങ്ങൾ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. Hallelujah. I adore you. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. നമ്മുടെ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കണം. I adore you. I adore you. I ഹല്ലേലൂയ. adore you. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. Hallelujah. കർത്താവേ, ശിവറഹസ്തര സ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ ഒരു പാരമ്പര്യ സഭയല്ല. ഹല്ലേലൂയ. നമ്മൾ കാണിക്കുന്ന ട്രഡീഷൻ അല്ല ഇവിടെ. Hallelujah. ആത്മാവ് നയിക്കുന്നതനുസരിച്ച് പോകാൻ ഏൽപ്പിച്ചു കൊടുക്കും. Hallelujah. ഏൽപ്പിച്ചു തരുന്നു. നിങ്ങൾ തന്നെ ആത്മാവിൽ മുന്നോട്ട് പോകണം. Hallelujah. നിങ്ങൾ ആത്മാവില് നമ്മൾ നടക്കണം. എങ്ങനെ ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ ആത്മാവിൽ നടക്കണം. Hallelujah. ഈ അസ്ഥികൾ ജീവിക്കും. നിങ്ങൾ തന്നെ പറയണം. അതൊക്കെ വിളിച്ച് പറയണം. എന്റെ ഭവനത്തിലുള്ള അസ്ഥികൾ ജീവിക്കും. ഹല്ലേലൂയ. ഈ ദേശത്തിലെ അസ്ഥികൾ ജീവിക്കും. ഞാൻ നടന്നു പോകുമ്പോൾ അസ്ഥികൾ ജീവിക്കും. പറ ഇവിടെ തന്നെ പ്രാപിക്കാൻ വന്നിരിക്കുന്നു. പ്രാപിക്കണം. സ്വർഗീയ മണങ്ങളടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വർഗീയ മണങ്ങളടിക്കാൻ പ്രാർത്ഥിക്കണം. നല്ല വൈറ്റ് ഫ്ലവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സ്മെല്ല് നമ്മൾ സ്മെല്ല് നമ്മുടെ റോസപ്പൂൾ, ഇതിനെ കാണാത്ത തരത്തിലുള്ള റോസപ്പൂൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഫ്ലവേഴ്സ് ഫ്ലവർ ഫ്ലൈ ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും അതിന്റെ മേളിൽ നമ്മൾ നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ആ സ്മെല്ല് ഗ്രഹിക്കാൻ നേൽപ്പിച്ചോ. ആത്മാവിലെ ഗ്രഹിക്കട്ടെ. ആ സ്മെല്ല് വരട്ടെ. കർത്താവ് വന്നാൽ ഭയങ്കര സ്മെല്ലെന്നാണ് പറയുന്നത്. ദൈവസ്ഥാനത്തിൽ വരും ഭയങ്കര സ്മെല്ലെന്നാണ് പറയുന്നത്. പരിമള തൈലം എക്സ്പീരിയൻസ്. നമ്മളിന്ന് രാത്രി ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ട് പോകാം. വെറുതെ പോരുത്. ഹല്ലേലൂയ. കുഷ്ഠരോഗി വന്നാൽ കുഷ്ഠരോഗി സൗഖ്യമായിട്ട് പോകാം. മുടന്നം വന്നാൽ മുടന്ന് എഴുന്നേറ്റ് നടക്കണം. ചെകിടൻ വന്നാൽ ചെകിടൻ സൗഖ്യമാണ്. ഉമ്മര് വന്നാൽ ഉമ്മര് സൗഖ്യമാണ്. എന്നിട്ട് വെറുതെ പോരുതായിരുന്നു. ഇത് രാത്രി നിങ്ങൾ എന്തിനു വേണ്ടി വന്നിരിക്കുക? കർത്താവിന് പ്രാപിക്കാൻ വന്നിരിക്കുക. ഓരോ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് പ്രാപിച്ചതേ. ഹല്ലേലൂയ. അത് ഞാൻ എനിക്ക് തരുന്ന വിശ്വാസം. ഇത് രാത്രിയിൽ ദൈവത്തിന് പ്രാവശ്യങ്ങൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ ലോകക്കാരുടെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എക്സ്പീരിയൻസ് വേണം സ്വന്തമായിട്ട്. നമുക്ക് ദൈവമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഹാലോ നമുക്ക് മറ്റുള്ളവർ പറയാൻ പറ്റത്തില്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അവിടെ രാത്രി ദൈവത്തിന്റെ എക്സ്പീരിയൻസ് ഈ അടിയൊന്നും തീയാൻ വെളിയിൽ ചെയ്യാം. ഗ്രില്ല് വെച്ചിരിക്കുന്ന ചെയ്യാം. ഫാസ്റ്റ് മനസ്സിലായി. അടിയൊന്നും തീയാൻ വെളിയും ചെയ്യാം. ഗ്രില്ലിനകത്ത് ഗ്രില്ല് വെച്ചിരിക്കുന്നില്ലേ, അങ്ങനെ ദഹിപ്പിച്ചോണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഒരു ഗ്രില്ല് ചെയ്യുന്നത് പോലെ വെളി വരും. മനസ്സിലായി. മറ്റവരെല്ലാം പോകും. ആവശ്യമില്ലാത്ത എല്ലാം ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രിയിൽ അടിയുന്ന വെളിയിൽ നിന്നെല്ലാം തീയ അതിനെ കാണിക്കുന്നത് കുറച്ചു നേരമായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്രില്ല് വെച്ചിരിക്കുന്ന. അതുകൊണ്ട് ഈ ശോധന അവിടുന്ന് വെളിയിൽ നിന്ന് അടിയുന്ന തൊഴിയുന്ന മഴിന്ന് എല്ലാം ശോധന വരുന്നതിന്റെ അതാ. മനസ്സിലായോ? ചുറ്റൊന്നും അടി കിട്ടുന്നതിന്റെ കാരണം അതാ. കാരണം ഇത് ഗ്രില്ല് വെച്ചിരിക്കുന്ന ഇത് വെച്ചിരിക്കുക. രാത്രി ഗ്രില്ല് ചെയ്തിരിക്കുന്ന ഒരു കഥ ചെയ്യും. നമ്മള് വിഷമിക്കണ്ട. വെളി വരും. നല്ല കേക്കാട്ട് വെളി വരും കർത്താവ് പറയുന്നത്. ബേക്കിംഗ് ഇല്ലാതെ വെളി വരത്തില്ല. നല്ല പച്ച വയ്ക്കും അല്ലേ? അതൊന്നും ബേക്ക് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ബേക്ക് ചെയ്തോണ്ടിരിക്കുന്ന പറയുന്നത്. കർത്താവിന്റെ കടത്തിലിരിക്കുക. കർത്താവ് ബേക്ക് ചെയ്തോണ്ടിരിക്കുക. ഒരു ചൂളയിലൂടെ കടന്നു പോയെങ്കിലേ ഉള്ളൂ അത് വെളി വരത്തുള്ളൂ. കർത്താവ് പറഞ്ഞത് ചൂളയിലൂടെ കടന്നു പോയെങ്കിലേ വെളി വരത്തുള്ളൂ. ഇപ്പോഴും ചൂളയിലൂടെ കടന്നു പോവാ. കർത്താവേ ഞാൻ ഏറ്റെടുക്കുന്നു.
ഞാൻ പിണങ്ങത്തില്ല കർത്താവേ, അങ്ങയോട് പിണങ്ങത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കത്തില്ല. എൻ്റെ അപ്പൻ എന്നോടുകൂടി ഇരിക്കുന്നിടത്തോളം നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അങ്ങനെ വലം കരത്തിന് പിടിച്ചിരിക്കുന്നു. ഞാൻ പോയില്ല. മനുഷ്യർ എന്നോട് എന്ത് ഭയങ്കര സാന്നിധ്യം ബേക്ക് ചെയ്ത് വെളി വരാൻ പറ്റത്തുള്ളൂ. ശോധനയുടെ പോയിന്റ് വെളി വരാൻ പറ്റത്തുള്ളൂ. ഏൽപ്പിച്ചിരുന്നു. പരാതിയില്ല അപ്പച്ചാ, അപ്പച്ചാ പരാതിയില്ല. ഹല്ലേലൂയ. ഹീബ്രു ഹീബ്രു എന്ന് സംസാരിക്കണം, സ്പാനിഷ് എന്ന് സംസാരിക്കണം, ചൈനീസ് എന്ന് സംസാരിക്കണം, എല്ലാ ഭാഷകളും സംസാരിക്കണം. 15 ഭാഷയും സംസാരിക്കുന്നതായിരിക്കും. പറഞ്ഞതുപോലെ ഇറങ്ങി തിരിച്ചു അവനെ വെട്ടുന്നു. ഓടക്കുഴലുകാരനെ ഞാൻ വെട്ടുന്നു. ഓടക്കുഴലുകാരനെ ഞാൻ വെട്ടുന്നു. All demons come out now. Hallelujah. രോഗാത്മാവിനെ ശാസിക്കുന്നു, ആഭിചാരങ്ങളെ ശാസിക്കുന്നു. ഈ ഇടതുകാലിന്റെ ഈ കാലും കാട്ടത്തെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇടതുകാലിനൊക്കെ സൗഖ്യം നടക്കും. വെളിപ്പെടുക. നരമ്പിനൊക്കെ നരമ്പിന് വേദനമായിട്ട് നരമ്പിന്റെ വേദന. ഈ വെരിക്കോസിന്റെ പെയിൻ ഉണ്ടെങ്കിൽ രാത്രി ഏൽപ്പിച്ചു കൊടുക്കും. വെരിക്കോസിന്റെ പ്രോബ്ലം ഏൽപ്പിച്ചു കൊടുക്കും. നരമ്പിനെ തുടങ്ങും. വിശ്വസിക്കാതെ ഇതിന്റെ മഹത്വം കാണുന്നു. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. വിടുതൽ നടക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 3-4 ദിവസം മുന്നേ കർത്താവ് സംസാരിച്ചൊരു വിഷയം പറയുന്നത്. വിടുതൽ നടക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം, അല്ലേ? 2 എന്താ? 2 നമ്മുടെ തോഴ്സിൽ വിശ്വസിക്കണം. നമ്മുടെ തോഴ്സിൽ ആര് കയറും? തീമസ് കയറും. നമ്മുടെ ചിന്തകൾ ആര് വരും? പിശാച് വരും, അല്ലേ? തോഴ്സിൽ ആര് കയറും? നമ്മുടെ തോഴ്സിൽ ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ തോഴ്സിൽ അശുദ്ധി വരുന്നത്, അല്ലേ? തോഴ്സിൽ ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പിശാച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം എന്തിനും തോഴ്സുകളെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം, മനസ്സിലായോ? യേശുവിന്റെ നാമത്തില് എന്താണ്? എല്ലാ കോട്ടകളും ഇടിച്ചു കളയാന്ന് പറഞ്ഞു. എല്ലാ കോട്ടകളും ഇടിച്ചു കളയാം. തോഴ്സ് വരുന്ന എല്ലാ കോട്ടകളും നമ്മൾ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ സൗഖ്യമാകണമെങ്കിൽ, ഡെലിവറൻസ് കിട്ടണമെങ്കിൽ 2 കാര്യം കർത്താവ് പറഞ്ഞു. എന്താണ്? ഒന്ന്, ഹൃദയത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. 2, എന്ത് ചെയ്യണം? ചിന്തകളിൽ, തോട്ട്സിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് 2 ഒന്നിച്ച് വരുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. വിടുതൽ കിട്ടുന്ന അങ്ങനെയാണ്. ഇപ്പം കർത്താവ് പറയുക, ഇപ്പം നമ്മളൊരാൾക്കൊണ്ട് പ്രാർത്ഥിച്ചു, ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ കർത്താവ് തൊട്ടു, അല്ലെങ്കിൽ അവർ പറയുകയാണ് എനിക്ക് ദൈവസാന്നിധ്യം മനസ്സിലായി, എല്ലാവരും തൊട്ടു, നമുക്കൊരു സാന്നിധ്യം മനസ്സിലായി, നമുക്ക് ഡെലിവറൻസ് ആണെന്ന് മനസ്സിലായി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക, സൗഖ്യമായോ?
കർത്താവിനെ തൊട്ടോ, ആ രോഗം തിരിച്ചു വരുമോ? സംശയം ഉണ്ടോ? സംശയം വന്നാൽ പോയി. അതുപോലെ എല്ലാ വിഷയം അങ്ങനെയാണ്. കർത്താവിൻ്റെ മുന്നിൽ സംശയം വന്നാൽ പോയി. യാക്കോബ് പറയുന്നത് തന്നെ, സംശയം വരുന്നവരെങ്ങനെയാണ്? സ്ഥിരമാല പോലെ എന്ന് പറഞ്ഞല്ലേ, സംശയിക്കാനേ പാടില്ല. ഇപ്പൊ ഒരു പുതിയ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയെന്ന് വിശ്വസിക്കുക, പിന്നെ സംശയം വരാല്ല. സംശയം എന്നാ പോയി, കിട്ടുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ, അതായത് പോയി. അതിനെ കർത്താവിന്റെ കാര്യങ്ങൾ സ്വന്തം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത്. മനസ്സിലായി? എൻ്റെ വീട് സ്ഥലം വിറ്റു, ഇത്ര ലക്ഷത്തിനെ വിറ്റു, പിന്നെ സംശയം വരരുത്, അത്രയും വിൽക്കാൻ പറ്റുമോ? സംശയം വന്നാൽ പോയി. ഏത് കാര്യം കർത്താവ് പറയുന്നത്? അതാ യാക്കോബ് പറയുന്നത് എന്താണ്? സംശയം വന്നതിൽ തിരമാല പോലെ, തിരമാല പോലെയാണ് യാക്കോബ് പറയുന്നത്. തിരമാല അടിക്കുന്ന പോലെ അല്ലേ? തിരമാല ശാന്തമാകത്തില്ല, ഒന്നൂറിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തിരമാല ശാന്തമാക്കുക. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ശാന്തമായി കൊടുക്കണം. ഒന്ന് ഹൃദയത്തില് കർത്താവിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം. തന്റെ ചിന്തകളിൽ വിശ്വസിക്കണം. ചിന്തകളിൽ ആണ് തെറ്റാണെന്ന് പറയുന്നത് നടക്കത്തില്ല. ചിന്തകളിൽ വന്നിട്ട് പറയുന്നത് നടക്കത്തില്ല. നമ്മൾ എന്തുകൊണ്ടാണ് മരിച്ചവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാത്തത്? മരിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത കാര്യം എന്തുവാ? അന്നേരം നമ്മുടെ ചിന്ത വരും, സൗഖ്യമായില്ലെങ്കിലോ, ഇത്രയും പേര് നിൽക്കുക, സൗഖ്യമായില്ലെങ്കിലോ, അല്ലേ? നമ്മളെ കൂടെ എന്നിട്ട് യേശുവിന്റെ നാമം എഴുതേക്കണം, എഴുതിയിട്ടില്ലെങ്കിലോ, ഇത്രയും പേര് അല്ലേ? നാളെ പത്രത്തിലേക്ക് വരും, പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമായില്ല, സംശയമായി. അതുകൊണ്ടാകാത്ത അതാണ് കർത്താവിൽ എവിടെ ചെന്നാലും വിടുതൽ കിട്ടണമെങ്കിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. സംശയിച്ചാൽ പോയി. അതിനാണ് കർത്താവ് പറഞ്ഞത്, ശിശുക്കളെ പോലെ നിങ്ങളായിത്തീരും അല്ലേ? നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുന്നെങ്കിലുള്ള സ്വരാജ്യം നിങ്ങൾ അവകാശമാക്കി തീർക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ശിശുക്കളെ പോലെ ആയിത്തീരണം. ശിശുക്കളെ പോലെ എല്ലാം അങ്ങനെയാണ്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പോയി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തോ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ പഠിപ്പിക്കുന്ന വേറെ കാര്യങ്ങളല്ലേ, നടക്കത്തില്ല. ആത്മാവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. എന്നാൽ പൊട്ടന്മാരെ പോലെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അതിനതുപോലെ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ പറ്റുമോ? പറ്റും. യേശു നടന്ന് കാണിച്ചതല്ലേ? പക്ഷെ നമ്മൾ എന്തിനും നടക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് സംശയം, നമുക്ക് വിശ്വാസമില്ല, സംശയം നടക്കും അല്ലേ? ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു ടെസ്റ്റിമണി കേട്ടോ. 2 പൈലറ്റ് ഇറാന്റെ മണ്ണിൽ പോയി വീണില്ല, ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ ഇറാന്റെ ഫ്ലൈറ്റ് അല്ലേ? ആ പൈലറ്റിന് 14 മണിക്കൂറാണ് ആളുകൾ ഡെസേർട്ടിലൂടെ നടന്നത്. നിങ്ങൾ കണ്ടതാ ടെസ്റ്റ് പണി? 14 മണിക്കൂറാണ് ഡെസേർട്ട് വഴി യേശു കൊണ്ടുപോയത്. അദ്ദേഹത്തിന് മുന്നിൽ യേശു പ്രത്യക്ഷമായി, ഈ അമേരിക്കൻ പൈലറ്റിന് മുന്നിൽ. എന്നിട്ട് പറഞ്ഞു എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു കാലെന്താ ഒടിഞ്ഞു, കണ്ണ് തല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 14 മണിക്കൂർ കർത്താവ് മുന്നേക്കിടെ കടന്നുപോയി. അതും എനിമിയുടെ രാജ്യത്തൂടെ. എനിക്ക് വേണേൽ ടെസ്റ്റ് ചെയ്ത് കേൾക്കണം. എനിമിയുടെ രാജ്യത്തിൻ്റെ അകത്താന്ന് നോക്കണം. എത്രയോ കിലോമീറ്റർ അകത്താണത്. 2 അവിടെ എല്ലാം മലകളാണ്, 3 ഡെസേർട്ടാണ്, ഒരു മനുഷ്യനുമില്ല, വെള്ളമില്ല, ആഹാരമൊന്നുമില്ല. തട്ടിക്കളയും. അതുമല്ല, കർത്താവ് പോകുന്ന വഴിയുടെ പോയത് കൊണ്ട് 2 3 എനിക്ക് 3 4 എന്ന് പറഞ്ഞ മനസ്സ് ഓർക്കുന്നില്ല. ഈ എന്താ പറഞ്ഞേ, ഈ ചെക്ക് പോസ്റ്റ് കടന്നാ പുള്ളി നടന്നു പോയത്. അവർക്ക് കാണാൻ പറ്റിയില്ല, അവർക്ക് കാണാൻ പറ്റിയില്ല. ഇവർക്ക് പുള്ളിക്ക് കാണാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഹൃദയം ബീറ്റ് ചെയ്യുന്നു പറഞ്ഞു. കാരണം ഇവരെങ്ങാനും കണ്ടാൽ അന്നേരം പിടിച്ചു കൊള്ളത്തില്ലേ, അതിനെ പിടിച്ചോണ്ട് പോകത്തില്ലേ? ഹല്ലേലൂയ. അപ്പം അതാണ് കർത്താവിന്റെ കൃപ. അമേരിക്കൻ ക്യാപ്റ്റന്റെ പൈലറ്റിന്റെ സാക്ഷി ഞാൻ കേട്ടു. 1 മണിക്കൂർ സാക്ഷിയത്. പ്രൈസ് ഗോഡ്. ബ്ലൈൻഡായിട്ട് യേശുവിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. സംശയിക്കാനോ പാടില്ല യേശുവിനെ. യേശുവിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന രാത്രി.
ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കണം. എന്നെ സൗഖ്യമാകും, എനിക്ക് ഡെലിവറി ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളുടെ സൗഖ്യമാകും. എല്ലാം കർത്താവിന് നിസ്സാരമാണ്. നിങ്ങളത് ഒന്ന് പറ, എൻ്റെ കർത്താവിന് നിസ്സാരമാണ്. നമ്മളിതെല്ലാം ഈ പ്രശ്നങ്ങളോട് നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടാത്തതിൻ്റെ കാര്യം. യേശുവിനോട് ഞാൻ ഈ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരെല്ലാം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങളോട് നോക്കിയാൽ നിങ്ങൾക്ക് ഡെലിവൻസ് കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് അത് ഏറ്റവും ഭയമായിരിക്കും അല്ലേ. യേശുവിനോട് നോക്കാം. എല്ലാം മറന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെലിവൻസ് കിട്ടത്തുള്ളൂ. എല്ലാം മറക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മറന്നു പോകണം. പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അവിടെയാണ് ഡെലിവൻസ് നടക്കുന്നത്, അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. രാത്രി കർത്താവ് അവിടെ ഉണ്ട്. നമ്മൾ കാണാതെ വിശ്വസിക്കണം. തോമസ് എങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്? കണ്ടെങ്കിലും വിശ്വസിക്കുന്നു പറഞ്ഞു. നമ്മൾ കാണാതെ വിശ്വസിക്കണം യേശു അല്ലേ. ആത്മാവാണ്, കർത്താവ് ആത്മാവാകുന്നു. നമുക്ക് ആത്മാവേ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും കർത്താവ് വന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് കാണാതെ ഇങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം? കാണാതെ അങ്ങ് വിശ്വസിക്കണം. അവിടെ ഉണ്ട്, ഇവിടെ ആ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് മനസ്സിലായോ? കർത്താവ് ഇങ്ങനെ തൊട്ടുപോയി, കർത്താവിനെ തൊട്ടുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രിയിൽ ആ ദൈവസാന്നിധ്യത്തിനായി കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ. എന്നാൽ ചിലർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, ചിലർക്ക് എപ്പോഴും ആ സാന്നിധ്യം ആവശ്യമാണ്. മോശ പറഞ്ഞ എന്താണ്? അങ്ങനെ സാന്നിധ്യം ഇല്ലാതെ എന്നെ അയക്കില്ലേ എന്നല്ലേ. ഞാൻ പണ്ടുതൊട്ടേ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും വേണം. അതുകൊണ്ടായിരിക്കും എപ്പോഴും കർത്താവ് വരുന്നത്. പണ്ടുതൊട്ടേ കർത്താവ് എന്നെ എപ്പോഴും സംസാരിക്കുകയും ചെയ്യും. ആ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. 97 മുതൽ കർത്താവ് അറിഞ്ഞപ്പോൾ തൊട്ടേ ആ ശബ്ദം കേൾക്കുന്നതാണ്. ഞങ്ങളെന്നും പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് സംസാരിക്കാൻ ഞാൻ കിടന്നുറങ്ങത്തില്ല. എത്ര പേരും ഉണ്ട്? ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് 24 hours കിട്ടിയിട്ട് നിങ്ങൾ ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ തീർന്നു. നിങ്ങളോട് നിങ്ങൾ സംസാരിക്കണം. അല്ലെങ്കിൽ വെളിപ്പാടിൽ സംസാരിക്കണം, ദർശനത്തിൽ സംസാരിക്കണം, സ്വപ്നത്തിൽ സംസാരിക്കണം, അല്ലെങ്കിൽ വചനത്തിലൂടെ സംസാരിക്കണം. പല രീതിയിൽ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പോയി. നിങ്ങളോട് ദൈവം സംസാരിക്കണം. ഒരു ദിവസം സംസാരിക്കണം, ഒരു പ്രാവശ്യം നിങ്ങൾ കേൾക്കണം. എന്നെ രാവിലെ ദൈവം എഴുന്നേൽപ്പിക്കും, സ്വപ്നത്തിലൂടെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ദൈവം സ്വപ്നത്തിലൂടെ സംസാരിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അല്ലെങ്കിൽ 4 മണിക്ക് 5 മണിക്ക് 6 മണിക്ക്. ഇന്ന് വൈഫിനോട് ചോദിച്ചാൽ എപ്പോഴും ഞാൻ ടൈം നോക്കാറില്ല, ജോലിക്ക് പോകാത്തോണ്ട് ടൈം നോക്കാറില്ല. ദൈവം എപ്പോഴാണ് വിളിക്കുന്നു അന്നേരം കഴിയും. മനസ്സിലായോ? ടൈം നോക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ടൈം നോക്കിയാൽ മതിയല്ലോ. അപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയാലും രാവിലെ ലേറ്റ് ആയിട്ട് എഴുതാനും കുഴപ്പമില്ല. അതുകൊണ്ട് ടൈം നോക്കാറില്ല രാവിലെ. ഇല്ല, എന്നോട് പറഞ്ഞ് വീട്ടിൽ കുറച്ച് ദിവസം ഇരുന്നോളാൻ പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ക്ഷീണം മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ കുറച്ച് ദിവസം റെസ്റ്റ് വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നീ കുറച്ച് ശമ്പളത്തോടുകൂടി വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശമ്പളത്തോട് വീട്ടിലിരിക്കുക. അവൻ പിറക്കള് അത് പ്രാർത്ഥിക്കുന്നത് സംഭവിക്കുന്നു. അമേരിക്കയത് അല്ലേ. ഞാൻ 1.5 ആഴ്ചയായിട്ട് ശമ്പളത്തോടുകൂടി വീട്ടിലിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് റെസ്റ്റ് വേണമെന്ന്. ശമ്പളത്തോടുള്ള റെസ്റ്റ് വേണമെന്ന് പ്രാർത്ഥിക്കുക സിസ്റ്ററെ. മുഖാന്തരം നീ ഒരുക്കി തരുമെന്നോ? ഞാൻ സത്യം പറയുന്നത്, ഞാൻ വെറുതെ പറയുന്നില്ല. എനിക്ക് ശമ്പളത്തോടു കൂടിയാണ് അവർ പറഞ്ഞത് നീ വീട്ടിൽ പോരും, ഒരു ആഴ്ച 1.5 ആഴ്ച വീട്ടിൽ പോരുന്നോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കയറണം, ചൊവ്വാഴ്ച വ്യാഴാഴ്ച. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഈ ഭാഷ അറിയാം. ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലേ. എനിക്ക് ഭയങ്കര ക്ഷീണോ, ഭയങ്കര ഉറക്കളപ്പോൾ ക്ഷീണവും എല്ലാം കൂടെ ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിക്കട്ടെ, എനിക്ക് റെസ്റ്റ് വേണമെന്ന്. അപ്പം ദൈവം പറഞ്ഞു എന്നെ റെസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഇപ്പം റെസ്റ്റില്ലേ. പഴയ ഇപ്പോൾ അടുത്ത മാസം കൂടെ സെയിം ഷെഡ്യൂളാണ്. 4 മാസം ആ ഷെഡ്യൂൾ ഭയങ്കര പാടായിരുന്നു. കട്ടി ഷെഡ്യൂളാണ്. 2 നൈറ്റും 2 മോർണിംഗും പിന്നെ ഒരു ആഫ്റ്റർനൂൺ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഒരു മോർണിംഗ് ഒരു ആഫ്റ്റർനൂണൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഇതൊന്നും ബോഡി പഴയപോലെ പറ്റുന്നില്ല. ഞാൻ 25 വയസ്സല്ലല്ലോ ബ്രദർ. 25 വയസ്സ് എത്രയാ? 27 എത്രയാണോ? അതിനെ കണ്ടാൽ തോന്നുന്നില്ല അത്ര. അങ്ങനെ പറയാ, അങ്ങനെ പറയണം എപ്പോഴും നമ്മള് അല്ലേ. നമ്മുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കണമെന്ന്, എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് അല്ലേ. നമ്മൾ പറയുന്നത് സംഭവിക്കുന്നത് ശരിയല്ലേ. നമ്മുടെ വായിലൂടെ സംസാരിക്കുന്നത് സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നോട് കർത്താവ് ആദ്യം തന്നെ ശുശ്രൂഷയ്ക്ക് അറിയുമ്പോഴും പറഞ്ഞു നീ ആദ്യം സ്റ്റേജിൽ കയറി ആദ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നീ വിവാഹിതനാന്ന് പറഞ്ഞോണം. മനസ്സിലായോ? കാരണം ഞാൻ അറിയാതെ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കല്യാണം വരുമായിരുന്നു എനിക്ക്. എൻ്റെ ഫാദർ പലപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇനി കല്യാണം കഴിക്കണം. ഞാൻ ചേന ഒത്തിരി ആലോചന നിനക്ക് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും, ഇവിടെയല്ല നാട്ടിൽ എവിടെ ചെന്നാലും പ്രസംഗിക്കുമ്പോഴേ ഞാൻ പറയും എനിക്ക് ഒരു വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്. അതിനുശേഷം പ്രസംഗം തുടങ്ങത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പറയണം ഞാൻ എങ്ങാണ് അല്ലേ. ബ്രദറെ 100 പ്രാവശ്യം പറയണം. എങ്ങാണ്
ഞാൻ 25 വയസ്സാന്ന് പറയണം, പാസ് പറയണം ഞാൻ 30 വയസ്സാന്ന് പറയണം. പറയണമെന്ന്, കാരണം നമ്മൾ പറയുന്ന അനുസരിച്ചാണ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ നമ്മുടെ ബോഡിയിൽ അത് വർക്കൗട്ട് ചെയ്യും. ഏതാ ദൈവത്തിന്റെ വചനം? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പം ഒരു ഡോക്ടർ വന്ന് അങ്ങനെ പരിശോധിക്കും. നമ്മൾ ഈ ലോകത്തിലെ സയൻസ് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു തലവേദനയായിട്ട് പോയി അല്ലെങ്കിൽ നമുക്കൊരു വേദനയായിട്ട് പോയി എന്തെങ്കിലും അവർ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? അവർ ബോഡിക്ക് പെയിൻ മാറ്റും അല്ലെങ്കിൽ ബോഡിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് സയൻസ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്താ? ആദ്യം നമ്മുടെ സ്പിരിറ്റിനെ സൗഖ്യമാക്കും. നമ്മുടെ ദൈവജനം പറയുമ്പോൾ എന്ത് ചെയ്യും? അത് നേരെ പോകുന്ന ബോഡിയിലോട്ടല്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ആദ്യം ഇവിടെ ചെല്ലുന്നതോ നമ്മുടെ സ്പിരിറ്റ് ചെല്ലുവാതെ. സ്പിരിറ്റ് കർത്താവ് എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യും. നമ്മുടെ സ്പിരിറ്റ് വീക്ക് ആണെങ്കിൽ അതിനാണ് ദൈവജനം എന്നും വായിക്കണമെന്ന് പറയുന്നത്. എന്നും വായിലൂടെ ദൈവജനം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ്? നമ്മുടെ സ്പിരിറ്റിനെ ദൈവം ആദ്യം ബലപ്പെടുത്തും. രണ്ടാം ദൈവം നമ്മുടെ സോളിനെ ദൈവം ക്രമീകരിക്കും. മനസ്സിലായോ? സോളിനെ ബലപ്പെടുത്തും അല്ലെങ്കിൽ സോളിനെ ക്രമീകരിക്കും, സോളിനെ സൗഖ്യമാക്കും. 3 ബോഡിയിലോട്ട് വരുന്നത്. അതാണ് ദൈവമക്കളിൽ തന്നെ ഈ സൗഖ്യമാകാൻ താമസിക്കുന്നതിൻ്റെ കാര്യം. മൂന്നാമതാണ് ബോഡിയിലോട്ട് ചെല്ലുന്നത്. എന്നിട്ടാണ് ബോഡി തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നത്. ഇനി അത്യാവശ്യമാണ് ബോഡി കർത്താവ് സൗഖ്യമാക്കട്ടെ, ദൈവത്തിന് ചെയ്യാമല്ലോ. ഡയറക്റ്റ് ബോഡി സൗഖ്യമാക്കാം, അത് വേറെ കാര്യം അല്ലേ? കർത്താവിന് എങ്ങനെയും ചെയ്യാം. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അത് സ്പിരിറ്റ് ചെല്ലും, പിന്നെ സോളിൽ ചെല്ലും, പിന്നെ ബോഡിയിൽ ചെല്ലും അല്ലേ? അതിനെന്ത് ചെയ്യണം? അതിനെന്തിനത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ വർക്കൗട്ട് ആകത്തുള്ളൂ. അല്ലല്ലോ, ഇത് കഷായമാണ്, സേവിക്കുക എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അതിനെന്തിനത് കഴിച്ചുകൊണ്ടിരിക്കണം. 2-3 ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് പയ്യെ ക്രിയയാകുന്നത്. ഇപ്പൊ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞ കാര്യമില്ല. എന്താ അതിൽ പറഞ്ഞു? ഉണ്ടാകട്ടെ എന്നല്ലേ? ബിഗ് ബാങ് അല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ഒരു ശബ്ദം. ഇപ്പോഴും ഈ എന്താ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോഴും അത് വികസിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഉണ്ടായി. അതല്ലേ സയൻസിന് തീരാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ശബ്ദത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എപ്പോഴും. അതൊരു ബിഗ് ബാങ് പോലെ വന്നിട്ട് അത് 3 ശബ്ദമാണ് സയൻസ് പറയുന്നത്. ഇപ്പം പറയുന്നത് 3 പേര് പാട്ട് പാടി പോലെയാണ് പറഞ്ഞത്. ശരിയാ? മേരീസ് വാസിന്റെ എന്തോ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം സയന്റിസ്റ്റ് ആയിരുന്നല്ലോ. അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. അപ്പം സയന്റിസ്റ്റുമാർ ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നവർ പറയുന്നത് 3 പേര് കൂടി പാടി ഒരു പാട്ട് പോലെയായിരുന്നു ബിഗ് ബാങ്. ഒരു പാട്ടിന്റെ തരംഗങ്ങളായിരുന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് എന്തോ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞത്. വാസ് കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ബിഗ് ബാങ് അതായിരുന്നാണ് പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലേ? അപ്പൊ അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കിൽ ശക്തിയുണ്ട്. നമ്മളെന്ന് രാവിലെ എന്നിട്ട് എനിക്ക് ടയർഡാണ്, എനിക്ക് നടുവേദനയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു, എനിക്ക് ക്ഷീണമാണ്. നിങ്ങൾ പറഞ്ഞു കഴിക്കുക എന്ത് ക്ഷീണമായിരിക്കും അല്ലേ? നിങ്ങൾ രാവിലെ ചാടി എഴുന്നേറ്റിട്ട് 10 ദൈവദിനം പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടി നടന്നേ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞങ്ങൾ കാറൊക്കെ എത്രയോ മണിക്കൂർ ഓടിക്കുന്നത് അല്ലേ? പറയണേ ഞാൻ ഓടിക്കുന്നു പറഞ്ഞാൽ ഓടിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ ഓടുമെന്ന് പറഞ്ഞാൽ ഓടും. ബ്രദർ ഓടണം, എന്നിട്ട് ഓടണം, 45 മിനിറ്റ് ഓടണം. ക്ഷീണം വന്ന് എൻ്റെ കാലിന് വേദനയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അവിടെ നമ്മുടെ കരത്തിലാണ് നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ വായിക്കകത്താണ് നമ്മുടെ വിടുതലിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ വിശ്വാസത്തിലാണ് വിടുതലിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങൾ വെറുതെ യാചിച്ചുകൊണ്ടിരിക്കാത്തേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം മുഴുവൻ യാചിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. യാചിക്കരുത്. കാരണം കർത്താവ് എല്ലാം ചെയ്ത് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. നമ്മളെന്തിനാ യാചിക്കുന്നത്? ദൈവങ്ങളായ നമുക്കെല്ലാം അധികാരം ദൈവം തന്നിരിക്കുക അല്ലേ? എല്ലാ അധികാരങ്ങളും ദൈവം തന്നിരിക്കുക. ഭൂമിയിലും സ്വർഗത്തിലും എല്ലാ അധികാരം തന്നിരിക്കുക. പിന്നെ യേശുവിനോട് താഴെ എൻ്റെ മോളെ കെട്ടിക്കണമേ, എനിക്ക് കർത്താവ് എനിക്ക് ജോലിയിൽ വിടുതൽ തരണമേ, കർത്താവ് എനിക്ക് ശമ്പളം കൂട്ടി തരണേ, ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മോളെ വിവാഹം ഈ വർഷം നടന്നിരിക്കുന്നതിനായ സ്തോത്രം. മനസ്സിലായോ? എൻ്റെ ജോലിയിലുള്ള തടസ്സങ്ങൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. മാറി കൽപ്പിക്കണം അങ്ങോട്ട്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ കൽപ്പിച്ച് പോയി നോക്കിയേ.
കൽപ്പിച്ച് പോയി നോക്കി, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ കൊടുക്കുന്ന ദൂതന്മാരോട് നിങ്ങൾ കൽപ്പിക്കണം. എന്താണ്? ഈ വർഷം എനിക്ക് ഇത്ര പൈസ ആവശ്യമാണ്, ഈ മാസം എനിക്ക് ഇത്ര പൈസ ആവശ്യമാണ്, കൊണ്ടുവരണം. നമ്മൾ കൽപ്പിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൂതന്മാർ പ്രവർത്തിക്കണം. ദൂതന്മാർക്ക് നമ്മൾ പണി കൊടുക്കണം. സേവകാത്മാക്കളെ പറഞ്ഞാൽ ആത്മാക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ? നമ്മൾ പണി കൊടുക്കണം അവർക്ക്. എൻ്റെ വീടിന് ചുറ്റും കാവൽ നിൽക്കാൻ പറയണം, എൻ്റെ ഭവനത്തിൽ കാവൽ നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം, പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ട പണം എനിക്ക് വേണ്ട അല്ലേ? പക്ഷേ അത്യാഗ്രഹമല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. ആവശ്യത്തിന് പലരും ബില്ലടയ്ക്കണ്ടേ? അപ്പോൾ വന്നേ പറ്റത്തുള്ളൂ അല്ലേ? ഞാൻ പ്രോസ്പെരിറ്റി അല്ലേ പറഞ്ഞു, പക്ഷെ നമുക്ക് ആവശ്യത്തിന് വേണം. എൻ്റെ ബില്ല് അടച്ചേ പറ്റത്തുള്ളൂ. അത് അടച്ചാലും പൈസ ഇല്ലാതെ നമുക്ക് കാര്യം നടക്കത്തില്ല. വന്നേ പറ്റത്തുള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വന്നേ പറ്റത്തുള്ളൂ. അതിന് തരണം അല്ലേ? എനിക്ക് വന്ന കർത്താവ് തരണം. തായെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ വായ കൽപ്പിക്കണം. മനസ്സിലായോ? വായ കൽപ്പിക്കണം. പക്ഷെ അയാൾ മാറിക്കാൻ വേണം. തടസ്സം നിൽക്കുന്നവരോട് വേണം, നീ ആരാ നിനക്ക് മനസ്സിലായി, നീ മാറിക്കാൻ വേണം. ആരെങ്കിലും ബഹളം ആരെങ്കിലും ബഹളം വെക്കുമ്പോൾ അപ്പച്ചനോട് പറയണം, അപ്പച്ചനല്ലല്ലോ ബഹളം വെക്കുന്നത്, കുറേ ആത്മാവല്ലേ, നിന്നെ എനിക്ക് മനസ്സിലായി, നീ മാറി നിൽക്കുക, അപ്പച്ചന് മാറി നിൽക്കാൻ പറഞ്ഞു. മനസ്സിലായി? അവരോട് പറയണം, എൻ്റെ ഭാര്യയെന്ന് വരുന്ന ആരാന്ന് പിടി കിട്ടി, ഭാര്യയല്ല, മാറി നിൽക്കാൻ. യേശുവിന്റെ നാമത്തിന്റെ വായ ബന്ധിക്കുന്നു, മാറി നിൽക്കാൻ. കുറച്ച് ദിവസം ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തോന്നും. അല്ലെങ്കിൽ വിശ്വാസം മനസ്സിലാവുന്നവരോട് കളിക്കാൻ പറ്റത്തില്ല. ഡീമൻസ് മനസ്സിലാവുന്നവരോട് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പിടികിട്ടി, ട്രിക്ക് പിടികിട്ടിയാൽ അല്ല, കീ പിടികിട്ടിയാൽ, അല്ലെങ്കിൽ എന്താണ് കീ പിടികിട്ടിയാൽ ഡോർ തുറക്കാൻ എളുപ്പം അല്ലേ? നമുക്ക് ആ നാക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം. കളയ്ക്കാൻ അറിയാൻ മേലത്ത് എന്നോട് കളയ്ക്കാൻ പറയാൻ അറിയത്തില്ല, പക്ഷെ കുറച്ച് ദിവസം കളച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കളക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ പുല്ലുവെട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ പുല്ലുവെട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ $50 കൊടുക്കേണ്ട ആവശ്യം വരത്തെ, നമുക്ക് എന്നെ പുല്ലുവെട്ടാൻ പറ്റും അല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളെല്ലാം ആത്മാവിൽ നമ്മുടെ ശക്തി ആക്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ ശക്തി ആക്ടിവേറ്റ് ചെയ്യണം. അതിനാണ് തീമോത്തിയോസ് പറഞ്ഞ എന്താണ്? പൗലോസ് തീമോത്തിയോസ് പറഞ്ഞ എന്താണ്? നിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം, മൂടി വെക്കരുത്. നിങ്ങൾക്ക് തന്ന കൃപാവരങ്ങൾ മൂടി വെക്കരുത്, ജ്വലിപ്പിക്കണം. ചിലർക്ക് പ്രവചിക്കാനായിരിക്കും, പ്രവചിക്കണം. ചിലർക്ക് അന്യഭാഷ പറയണം, അന്യഭാഷ പറയണം. അതിനെന്ത് ചെയ്യണം സിസ്റ്ററെ? ഇവിടെ ഇരിക്കുന്നവർ കൊണ്ട് എല്ലാം പ്രാർത്ഥിക്കണം വീട്ടിലിരുന്നിട്ട്. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എഴുതി വെക്കണം, ഇന്ന സമയത്ത് ഇന്ന സാധനം കർത്താവ് തന്നു. എന്നിട്ട് അവരെ വിളിക്കണം, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഇന്നൊരു ആരോഗ്യ ദൈവം തന്നു. ടക്ക് കൂടുതൽ സംസാരിക്കാൻ പോയത് അവരെ ഏറ്റെടുത്തോളൂ. ചീത്ത പറഞ്ഞാൽ കേട്ടോ, മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ ദൂത് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത്. ആരെങ്കിലും ഭരിക്കാനൊന്നും പോരുത്. ഞാൻ പറഞ്ഞു വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. ഇനി വ്യാഖ്യാനിച്ചില്ലെങ്കിലും പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ അതിന് ബേസ് ഒരു വചനം കാണും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാവും. ഇന്ന വെളിപ്പാട് ദൈവം ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാവും. പ്രൈസ് ഗോഡ്. ജീസസ്. കർത്താവ് ഇവിടെ പറഞ്ഞ ശിശുക്കളെ ഇവിടെ ജനിപ്പിക്കുമെന്ന് കർത്താവ് കാണിക്കുന്നത്. മനസ്സിലായോ? ശിശുക്കളെ കർത്താവ് ജനിപ്പിക്കും. മനസ്സിലായോ? അതായത് ആത്മീയ ശിശുക്കളെ ദൈവം ഇവിടെ ജനിപ്പിക്കാൻ പോവാം. നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളെ ദൈവം ജനിപ്പിക്കാൻ പോവാം. നിങ്ങളിലൂടെ ഒരു ശിശു ജനിക്കാൻ പോവാം, ആത്മീയ ശിശു. മനസ്സിലായോ? ആത്മീയ മണ്ഡലങ്ങളെ ദൈവം ശിശുക്കളെ പോലെ വെളിക്കൊണ്ടുവരാൻ പോവാം യേശുവിന്റെ നാമത്തിൽ. ചില പുഴുക്കളൊക്കെ ഇറങ്ങി പോകുന്നിട്ട് കാണുന്നുണ്ട്. ചില പുഴുക്കളൊക്കെ ഇങ്ങനെ ഈ ചൊറിയപ്പുഴുണ്ടല്ലോ ഒക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നിട്ട് കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോട്ടതല്ല. The name of Jesus. The name of Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു നദിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നദി ഇത് രാത്രി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇറങ്ങണം. ഹല്ലേലൂയ. നല്ല ക്രിസ്ത്യൻ നദിയാണ്, അടി നല്ല തെളിഞ്ഞ് കാണാൻ നദി. അതിനകത്തൂടെ ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ നടക്കും. ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചിലർക്ക് യാത്രയുണ്ട് കേട്ടോ, ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്. ചിലർക്ക് യാത്ര പിന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയി കാര്യം. യാത്രയുണ്ട്. ചിലർ യാത്ര കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഫ്ലൈറ്റ് യാത്ര. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റാഖാമാനസി. യേശുവിന്റെ നാമത്തിൽ ഈ സ്കൂളിൽ ബെല്ലടിക്കും. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ? ദോശക്കല്ല് പോലെ സാധനം ബെല്ലടിക്കുന്നത്. അതുപോലെ ഒരു ദോശക്കല്ലടിക്കുന്നത്, ബെല്ലടിക്കുന്നുണ്ട്. ക്ലാസ്സിൽ കയറാൻ വേണ്ടി ആയിരിക്കും. എന്തോ ദൈവം അറിയിക്കുക, മുഴക്കുമോ അത്, എന്തോ വാണി, എന്തോ തരുമോ ദൈവം, എന്തോ അല്ലേ, എന്തോ ഒരു സൈനാണ് അത്. എന്തോ മുഴക്കം വരുന്നുണ്ട്, മുഴക്കം. ഒന്ന് തുടക്കമല്ല പോകാൻ വേണ്ടി ആയിരിക്കും അല്ലേ? എന്തോ ദൈവം എന്തോ അറിയിക്കുന്നുണ്ട്. ടക്ക് അങ്ങനെ ആൾക്കാരെ എന്തോ അറിയിക്കുന്നുണ്ട്. അവർക്ക് ആ സ്തോത്രം.
ഷീകാമാനാസി. ഈ പഴയ ഒരു വേഷത്തിൽ ഒരാളെന്നെ കാണിക്കും. പഴയ നമ്മളെ ഈ ജോസഫിന്റെ വേഷം എന്നെ കാണിക്കും. ജോസഫിന്റെ അങ്കിയിട്ട വേഷമുണ്ടല്ലോ, അങ്കിയിട്ട് ജോസഫിനെ എന്നെ കാണിക്കുന്നു. പഴയ അങ്കിയിട്ട് ദൈവത്തിന് ആരെയൊക്കെ അങ്കി ധരിപ്പിക്കാനുണ്ട്. മനസ്സിലായി? ജോസഫിന് അങ്കി കൊടുത്തതുപോലെ ചിലർ ദൈവത്തിന് മാനിക്കാനുണ്ട്. നിലയെങ്കി എന്ന് പറയുന്നത് അത് ആ യാക്കോബ് അല്ലെ ജോസഫിനെ മാനിച്ചതാണ്. അതുപോലെ ഒരു നിലയെങ്കി ദൈവം തരാൻ പോകുന്നത്. ഹല്ലേലൂയ. നിലയെങ്കി ദൈവം തരാൻ പോകും. നിലയെങ്കി നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട്, കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ട് ചില നിലയെങ്കി തരാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാത്രിയിൽ വെളിപ്പെടട്ടെ. അലറുന്ന സിംഹത്തെ വീണ്ടും കാണിക്കുന്നത്. യേശുവിടെ ഉണ്ട് കേട്ടോ. യേശു ഉണ്ട്. അലറുന്ന സിംഹം എന്നെ കണ്ട ഒരു സിംഹം ഇവിടെ ഇരിക്കുക. അങ്ങനെ അലറുക. യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ അലറുന്ന സിംഹമായിട്ട്. ഇന്ന് രാത്രി സിംഹമായിട്ട് കർത്താവ് വന്നിരിക്കുക. യഹൂദ ഗോത്രത്തെ സിംഹമായിട്ട് വന്നിരിക്കുക. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സിംഹത്തിന്റെ അലർച്ച കേട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തങ്ങ് ഒരു പിശാച് നിൽക്കത്തില്ല. മനസ്സിലായോ? ഒരു ജീവി നിൽക്കത്തില്ല. ദേശത്തുള്ള എല്ലാം ഓടും. അതാ ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് കർത്താവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ അലർന്ന സിംഹം അല്ലേ, നിങ്ങൾ പേടിക്കണം. എല്ലാം ഓടും. ചില വിച്ച് ക്രാഫ്റ്റുകളൊക്കെ ഓടുമെന്ന് രാത്രി. ഭവനത്തിലെ വിച്ച് ക്രാഫ്റ്റുകളൊക്കെ ഒന്ന് ഓടും. യേശുവിനകത്ത് ഓടിപ്പോട്ടെ. ദിബാ റഖനാസി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശീതമാനും ആകരുത്, ഉഷ്ണമാനും ആകരുത്, എപ്പോഴും നിങ്ങൾ തീയായിട്ട് നിൽക്കണം. കർത്താവ് പറയുന്നത് നമ്മൾ അഗ്നിയായിട്ട് എപ്പോഴും നിന്നോളാം. രണ്ടുകൂടെ ആകരുതെന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും തീയായിട്ട് നിന്നോളാം. കാരണം രണ്ടുകൂടെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. മുന്ന് കളയെന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് പ്രയോജനമില്ല. അവരെ കണ്ട ദൈവത്തിന് ഗുണമില്ല. കാരണം കർത്താവിന് വേണ്ടി നിന്നോ. ഇന്ന് രാത്രി നിൽക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിർത്തുന്നേ, പരിശുദ്ധാത്മ നിർത്തും. ജീസസ്. അല്പസമയം ദിവസം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കണം. ടൈം കൊടുക്കണം കർത്താവിന്. ദൈവം ചെയ്യാം. ദൈവം നമ്മൾ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടച്ച്. ആമേൻ. പാഷ തലയിലോട്ട് കർത്താവിനെ തൊടുന്നുണ്ട്. പാഷ തലയിലോട് കർത്താവ് തൊടുന്നു. എന്നെ കാണുന്ന ഉച്ചിയിലോട്ട് തൊടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുന്നു. കർത്താവ് ആ സിംഹത്തിന്റെ ഷേപ്പുമാരുടെ ഇപ്പം ശരിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ഇങ്ങനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ഇതിന് നടപ്പുന്നില്ല. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു മാസ്റ്റർ. ജീസസ്. യഹൂദന്റെ വേഷം ധരിച്ച് കർത്താവ്. നിങ്ങൾ ചെമാച്ചന്മാരുടെ വേഷം കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛന്മാരുടെ വേഷം ഇങ്ങനെ ഒരു സൈസ് ഇങ്ങനെ ഈ അറബികളുടെ വേഷം, ആ ഒരു വേഷത്തിൽ കർത്താവ് എത്തിയിട്ടുണ്ട്. വൈറ്റ് കളറാണ്. ലോഹ കർത്താവ് വൈറ്റ് കളറിൽ ലോഹ ഇട്ട് കിടന്നിട്ടുണ്ട്. ചെറിയ താടി കർത്താവ്, ചെറിയ താടി. കുറച്ച് നല്ല മുടിയാ, നീളം മുടിയാ. ഹല്ലേലൂയ. ചെറിയ താടി, കട്ട് ചെയ്ത താടി, ചെമ്പത്താടി കാണിക്കുന്നു. ചെമ്പങ്കത്താടി, ചെമ്പിച്ച കളർ. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര ഗ്ലോറി നിറഞ്ഞിട്ടുണ്ട്. ഈ തേജസ്സോട് കിടക്കാൻ തുടങ്ങിയ തേജസ്സോട് നിൽക്കുക. തേജസ്സിനെ കാണിക്കുന്നു. വൈറ്റ് ഗ്ലോറി കിടക്കാൻ നിൽക്കുക. രാത്രി തലയിലോട്ട് ഇങ്ങനെ ഗ്ലോറി ഇങ്ങനെ കിടക്കാം. മനസ്സിലായോ? വെള്ള കളർ ഗ്ലോറി ആയിട്ട് നിൽക്കുക. നിങ്ങൾ ഈ കല്ലറയിൽ മറിയുടെ അരികെ കർത്താവ് വന്നില്ലേ, അതേ ഒരു രീതിയിലാണ് ഒന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ഡ്രസ്സ് ഓർഡിനറി ഡ്രസ്സ്. പക്ഷേ മറിയയ്ക്ക് മനസ്സിലായില്ല കർത്താവാണ്. മറിയ ഓർത്ത് അവിടുത്തെ എന്തോ വേലക്കാരോ അല്ലെങ്കിൽ എന്തോ തോട്ടക്കാരനാണ് ഓർത്തത്. ഒരു തോട്ടക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നോളൂ. ഒരു തോട്ടക്കാരൻ്റെ വേഷത്തിൽ തലയൊക്കെ മറച്ച്. മനസ്സിലായോ? പെട്ടെന്ന് ആളെ കണ്ടാൽ പിടികിട്ടത്തില്ല അതുപോലെ. പക്ഷെ കർത്താവാണ് നമുക്കറിയാതെ. ഹല്ലേലൂയ. നല്ല സൈസ് ആള്. ഒരു 6'8" കാണും. ഇവിടെ കാണും 6 കാണും. നല്ല ബ്രോഡ്, നല്ല വീതിയുള്ള മനുഷ്യൻ. പരിശുദ്ധാത്മാവ് അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നതിനായ സ്തോത്രം. ഈ നിങ്ങൾ ഉത്തമഗീതം വായിക്കണമെന്ന് കർത്താവ് പറയുന്നത് കേട്ടോ. കർത്താവിനെ പറ്റി വർണ്ണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉത്തമഗീതങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉത്തമഗീതം വായിക്കണം. യേശുവിനെ കുറിച്ച് കൂടുതൽ വർണ്ണനയാണ് ഇതിനകത്ത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് ഉത്തമഗീതം വായിക്കണം. അതുപോലെ തേജസ് നിൽക്കുന്ന കർത്താവ്. ഈ കിടക്കുന്ന ചേറുകളൊക്കെ ദൂതന്മാർ വന്നിരിപ്പുണ്ട്. കർത്താവിനെ കാണിക്കുമ്പോഴെല്ലാം വെള്ള വസ്ത്രധാരികളായ ദൂതന്മാർ.
ഒരുപാട് ദൂതന്മാർ വന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വന്നാൽ പിന്നെ ദൂതന്മാർ കാണും. ഇതിനകത്ത് നമ്മുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാണണം ഇതെല്ലാം. ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം. അതാ ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം. നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പറയാം. ഞാനീ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണം. എനിക്കും കാണണം. നിങ്ങൾ പറയുമ്പോഴല്ലേ കർത്താവ് കാണിക്കത്തുള്ളൂ. അത് എനിക്കും കാണണം. എൻ്റെ ഹൃദയത്തിൽ കാണണം. അത് എൻ്റെ ചിന്തകളിൽ കാണണം. എൻ്റെ സ്പിരിറ്റിൽ കാണണമെന്ന് പറയണം. യേശുവിന് എന്തെങ്കിലും സംഭവിക്കട്ടെ. യേശുവിന് എന്തെങ്കിലും സംഭവിക്കട്ടെ. ദേശം മുഴുവൻ ദൂതന്മാർ ഇറങ്ങിക്കട്ടെ. ദൂതന്മാർ ഇറങ്ങിക്കുക. പ്രസിഡന്റ് വന്നിരിക്കുന്ന പോലെയാണ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ ഒരു വലിയ കൂട്ടമുണ്ട്. 3000 ദൂതന്മാരുടെ പാള ഇറങ്ങിയിരിക്കുന്നു. 3000 പേര്. 3000 പേർ എവിടെ ഇറങ്ങിയിരിക്കുന്നത്? പാള. ഈ ദേശത്ത് 3000 പേര് ഇറങ്ങിയിരിക്കുന്ന ദേശത്ത് ദൂതന്മാര്. നമ്മളൊന്ന് ആലോചിക്കുക. ഈ പാവങ്ങളായ നമ്മുടെ ഇടയിൽ ഈ കർത്താവ് വരിക ആലോചിക്കുക. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച കർത്താവ് അല്ലേ? പാവങ്ങളായ നമ്മുടെ നമ്മളൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ എന്തിനാ നമ്മൾ വറിയിടാവുന്നത്? എന്തിനെ കുറിച്ച് വറിയിടാവുന്നുണ്ടോ? ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ പഴയ സ്വഭാവത്തോട്ട് പോകും. പഴയത് പിന്നെയും വറിയിടാം. നോ, പിന്നെയും പ്രയാസം ദുഃഖമാണ്. അല്ല, നമ്മൾ ആ വിശ്വാസം നമ്മൾ ഏറ്റെടുക്കണം. രാത്രി കർത്താവിന് ഹൃദയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആ വിശ്വാസത്തോടെ കടന്നു പോകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ തടസ്സം പറ്റിയാൽ എന്തെല്ലാം പ്രതികൂലം ഉണ്ടെങ്കിലും ശരി, കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവിനെ പിടിപ്പിക്കും. ജീസസ്. എനിക്ക് ദൈവം തന്ന വചനം വേറെയാ. ഗിരിപ്രഭാഷണം കർത്താവ് നോക്കുക. പക്ഷെ എന്നത് പറയാൻ എനിക്കറിയത്തില്ല. പറയാൻ വേണ്ട കർത്താവ് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിങ്ങനെ ദൂത് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞു പോവാം. ദൂത് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ സക്കായി ഇരിക്കുന്ന പോലെ ഇരിക്കാം. സക്കായി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കർത്താവ്. മനസ്സിലായോ? ദൂരെ നിന്ന് കർത്താവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കർത്താവ്. സക്കായുടെ കുഴപ്പം എന്തായിരുന്നു? പുള്ളിക്ക് ദൂരെ നിന്ന് യേശുവിനെ കണ്ടാൽ മതി. നീളം കുറഞ്ഞത് ശരിയാണ്. പക്ഷെ പുള്ളിയുടെ ആഗ്രഹം, പുള്ളിയുടെ ഹൃദയം എന്തായിരുന്നു? യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളൂ. ചിലർക്ക് പലർക്കും യേശുവിനെ കണ്ടാൽ മതി. മനസ്സിലായി? ദൂരെ നിന്ന് കണ്ടാൽ മതി. യേശുമായിട്ട് ഇന്റിമസി ആവശ്യം ഇഷ്ടമില്ല. എന്നിട്ട് കാട്ടത്തിന്റെ അടുത്ത് അത് താഴെ വന്നിട്ട് യേശു പറഞ്ഞ എന്തായി? സക്കായി നീ ഇറങ്ങി വാ അല്ലേ? ഇന്ന് രാത്രി നിന്റെ കൂടെ അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവായിട്ട് നമ്മൾ അത്താഴം കഴിക്കണം. ഇന്റിമസി കർത്താവ് ആഗ്രഹിക്കണം. നമ്മൾ ഇന്റിമസി ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി ഇന്റിമസി കേൾപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഇന്റിമസി വേണം. ഇന്റിമസി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ഇന്റിമസി എന്ന് പറഞ്ഞാൽ കർത്താവോട് സംസാരിക്കണം. എപ്പോഴും നിങ്ങൾ കാറിൽ പോകുമ്പോൾ കർത്താവോട് സംസാരിക്കണം. നിങ്ങൾ കാറിൽ പോകുമ്പോൾ അല്ലേ, നിങ്ങൾ കിടക്കുമ്പോൾ കർത്താവായിട്ട് സംസാരിക്കണം. നിങ്ങൾ ബെഡ്റൂമിൽ സംസാരിക്കണം. നിങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കണം. നിങ്ങൾ രാവിലെ ചാടി എഴുന്നേറ്റ് കർത്താവായിട്ട് സംസാരിക്കണം. നിങ്ങൾ കിച്ചണിൽ നിൽക്കുന്ന ദൈവമായിട്ട് സംസാരിക്കണം. ചുമ്മാ സംസാരിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഒരു ഫോൺ വന്നാൽ പറയണം കർത്താവ് ഒരു സെക്കൻഡ് അത്യാവശ്യമാണെങ്കിൽ എടുക്കണം. ജോലിക്കിടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് സംസാരിക്കണം. നമുക്ക് വേറെ ആരോട് സംസാരിക്കണം? യേശുവിനോട് സംസാരിക്കണം. അങ്ങനെ കർത്താവുമായിട്ട് എന്താണ് വലിയ കമ്മ്യൂണിക്കേഷൻ, വലിയൊരു ഇന്റിമസി ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ അങ്ങോട്ട് ആദ്യം പറയുമ്പം നമുക്കൊന്നും ഇങ്ങോട്ടൊന്നും കേൾക്കത്തില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു 2-3 മാസങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കേ. എൻ്റെ ആദ്യം എൻ്റെ ശബ്ദം കേൾക്കും അല്ലേ? അവരെന്നെ അനുഗ്രഹിക്കും. അന്നേരം ദിവസം ഇങ്ങോട്ട് സംസാരിക്കും. അപ്പം അന്നേരം പിടികിട്ടും. നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. കർത്താവ് സംസാരിക്കുന്നല്ലോ. ഹല്ലേലൂയ. എന്നെ ഏലിയാവിനെ ഇതിനെ ഈ യോഹന്നാനെ കാണിക്കുന്നു. ഈ സ്നാപകനെ കാണിക്കുന്നു. ഈ ഒട്ടോരോമവും മറ്റേ ചാക്ക് ശീലം പോലെ എന്തോ പഴയൊരു മനുഷ്യനെ കാണിക്കുന്നു. പഴയ ഒരു മനുഷ്യനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ചിലരെ കർത്താവ് ഇങ്ങനെ ഈ അന്ത്യകാലത്തെ ചിലരെ യോഹന്ന സ്നാപകന്റെ ഒരു അഭിഷേകം നിറയ്ക്കും. ചിലരെ ഏലിയാവിന്റെ അഭിഷേകം. കാരണം വെച്ചാൽ മുഖത്ത് നോക്കി ആരുടെ മുഖം നോക്കാത്തൊരു ശുശ്രൂഷ. മനസ്സിലായോ? നിങ്ങൾക്ക് സോപ്പിട്ട് ദൂത് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? സോപ്പിട്ട് ഒരിക്കലും ദൂത് പറയാൻ പറ്റത്തില്ല. പാപം ചെയ്തിട്ട് വരുത്താൻ വന്നത് പാവം അത് നമ്മൾ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കർത്താവ് വെളിപ്പെടുത്തിയാലോ കേട്ടോ, പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്നത് പരിജ്ഞാനമൊക്കെ വളർന്നു. പക്ഷെ ആദിമകാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെയോ പാവം ചെയ്തില്ല, കറച്ചു പോവാൻ. ശരിയല്ലേ? അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഞങ്ങളുടെ അടുത്തൊരു സഭയിൽ ഒരു അപ്പച്ച ഉണ്ടായിരുന്നു. ആരെയിൽ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റാല് അവൻ പാവം ചെയ്തിട്ട് വരുന്നത് ഞാൻ പറയും നീ എന്നെ കണ്ടിട്ട് പോയാൽ അതിന് സാക്ഷ്യം പറയേണ്ട അവിടെ ഇരിക്കാൻ പറയും. TPM-ല അദ്ദേഹം മരിച്ചു. ഇപ്പം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഇസ്രായേൽ എന്നാ. ഒരു 6-6 അടി പൊക്കവും ശക്തമായ ദൈവദാസന്മാരുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അങ്ങനത്തെ ദൈവദാസന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു ആത്മാവിൻ്റെ
സാന്നിധ്യം നമുക്ക് വെളിപ്പെടണം. Amen. പ്രൈസ് ഗോഡ്. ഞാൻ ഓർക്കുന്ന ഞങ്ങളുടെ സഭയിലൊരു മുതലാളി ഇപ്പുറത്തിരിക്കുന്ന, തൊഴിലാളി അപ്പുറത്തിരിക്കുന്നു. തൊഴിലാളി പോയി ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ കമ്പിയെല്ലാം വിറ്റിട്ട് അവൻ കള്ളത്തരം കാണിച്ചിട്ട് വന്നിരിക്കുക. ആത്മാവ് പറഞ്ഞു, നീ കട്ട് കൊണ്ട് വിറ്റിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ മുഖത്തോട്ട് നോക്കി, അവളും അവനും എൻ്റെ മുഖത്തോട്ട് നോക്കി. പിന്നെ രണ്ടുപേരുടെ അടി ഉണ്ടാക്കോട്ടുള്ളത് നമ്മൾ പിന്നെ മിണ്ടിയില്ല. അപ്പോൾ രണ്ടുപേരും പുള്ളി തപ്പി കണക്ക് ആരെ വിറ്റെന്നറിയാൻ വേണ്ടി, മുതലാളി തപ്പി കണക്ക് ആരെ വിറ്റെന്നറിയാൻ. വിറ്റവൻ അതിനകത്ത് ഇരിക്കുക. ഒരു സഭയ്ക്കകത്ത് രണ്ടുപേരുടെ ഇരിക്കുക. ആലോചിച്ച് നോക്കി, മുതലാളി തൊഴിലാളി ഇരിക്കുക, തൊഴിലാളി കൊണ്ട് വിറ്റിട്ടിരിക്കുക കമ്പി. പക്ഷെ അത് മുതലാളിക്ക് അറിയത്തില്ല ഇവനെ വിറ്റെന്ന്. മുതലാളി എന്നെ മുഖത്ത് നോക്കണം, മുതലാളി വൈഫ് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങ് മോയടച്ചേ. പക്ഷേ അവസാനം കഴിഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. ഞാനത് സഹായം കഴിയുമ്പോൾ രണ്ടുപേരും വരുമെന്ന് ഓർത്തിട്ട് ആരും വന്നില്ല. എനിക്കൊന്നും അവർ കോംപ്രമൈസ് ആയിക്കാണ്. നോക്കട്ടെ, ചിലപ്പോൾ വിട്ട് കളഞ്ഞാണ്. അതെ, ഇന്ന് രാത്രി ദൈവസ്ഥാനം ഏൽപ്പിച്ചു കൊടുത്താല. ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ നന്ദി. പറ ഒരു 2 മിനിറ്റ് വചനം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പറഞ്ഞാൽ വചനം തുടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തുടാം. ഈ എന്നോട് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല, ദൈവം ഇടപെട്ടെന്ന്. എനിക്ക് തോന്നുന്നു അതുപോലെ വലിയ പാടത് മുഴുവൻ പറയാണ്ട് ഞാൻ നിങ്ങളോട് പോയിട്ട് മാത്രം പറഞ്ഞിടാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 3 ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മുഴുവൻ വായിക്കണ്ട പാസേ. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു. ഞാൻ വേണം എഴുതിയെടുത്തു. നിങ്ങൾ ദ സർമൺ ഓഫ് ദ മൗണ്ട് കവേഴ്സ് സെവറൽ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് അവിടെ കാണുന്നത്. ഒരുപാട് ടോപ്പിക്കുകൾ യേശുവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. നമുക്കെല്ലാം ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു വിടാം. നിങ്ങളൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. സോ സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. സോ ഒന്ന്, ഈ ഗിരിപ്രഭാഷണത്തിൽ നിരവധി വ്യത്യസ്ത വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമർപ്പിക്കുകയും പ്രസാദകരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാം, അത് കാപട്യമില്ലാത്തത്, സ്നേഹവും കൃപയും നിറഞ്ഞത്, ജ്ഞാനവും വിവേകമുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 മുതൽ 12 വരെ വാക്കുകൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പോയിന്റ് മാത്രം എഴുതുന്നത് മതി. അതിൻ്റെ കീ ഇതാണ്: അനുഗ്രഹങ്ങൾ. സോ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 3 മുതൽ 12 വരെ വാക്കുകൾ വായിക്കുമ്പോൾ കാണാം അനുഗ്രഹങ്ങളെക്കുറിച്ച് കർത്താവ് കാണിക്കുകയാണ്. ഇനി മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇതുവരെ സബ്ജക്റ്റുകളാണ്, പക്ഷേ പ്രസംഗിക സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ കീവേഡ്സ് ഞാൻ പറഞ്ഞു വിടുക. സാൾട്ട് ആൻഡ് ലൈറ്റ്, അതായത് ഉപ്പും വെളിച്ചത്തെക്കുറിച്ച് കർത്താവ് പറയും. ഉപ്പും വെളിച്ചം, മനസ്സിലായി? പിന്നെ മത്തായി സുവിശേഷം 5:17 മുതൽ 20 വരെ വാക്കുകൾ കാണുമ്പോൾ എന്താണ്? ജീസസ് ഫുൾഫിൽ ദ ലോ. യേശു ന്യായപ്രമാണം നിവർത്തിക്കുന്നതാണ് കാണാൻ പറ്റും. ജീസസ് ഫുൾഫിൽ ദ ലോ. ഇനി മാത്യു 5:21-26 എന്താണ് വായിക്കുന്നത്? അവിടെ കർത്താവ് പറയുന്നത് കോപവും കൊലപാതകത്തെ കുറിച്ച് കാണിക്കുന്നു. ആങ്കർ ആൻഡ് മർഡർ. നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. എൻ്റെ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. മത്തായി സുവിശേഷം 5:27 മുതൽ 30 വരെ വാക്യങ്ങൾ ലെസ്റ്റ് ആൻഡ് അഡൾട്ടറിയെ കുറിച്ച് കാണിക്കുന്നു. മോഹവും വ്യഭിചാരത്തെ കുറിച്ച് കാണിക്കുന്നു. ഇനി മത്തായി 5:31 മുതൽ 32 വരെ വാക്യങ്ങൾ ഡിവോഴ്സും റീമാരേജിനെ കുറിച്ച് കർത്താവ് കാണിക്കുന്നു. മനസ്സിലായോ? വിവാഹമോചനവും പുനർവിവാഹവും ഇതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇനി മത്തായി 5:33 മുതൽ 37 വാക്യങ്ങൾ കാണിക്കുന്നത് ശപഥങ്ങളെ കുറിച്ച് കാണിക്കുന്നു അല്ലെ, ഓത്സ്. ഇനി മാത്യു 5:38-42 എന്താ? ഐ ഫോർ ആൻഡ് ഐ, കണ്ണിന് പകരം കണ്ണിനെ കുറിച്ച് കാണിക്കുന്നു. ഇതെല്ലാം ഒരു സബ്ജക്റ്റാണ്, പക്ഷെ ഇത് നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ 5:43 മുതൽ 48 ഒരു വാക്കുകൾ വായിക്കുമ്പോൾ ലവ് യുവർ എനിമീസിനെ കുറിച്ച്. ലവ് യുവർ എനിമീസ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക. ഇനി മത്തായി 6
1 മുതൽ 4 വരെ, 6-ന്റെ 1 മുതൽ 4 ഗീവ് ടു ദ നീഡി, അല്ലേ? ആവശ്യക്കാരന് അല്ല ദരിദ്രന് കൊടുക്കുക. ഈ മത്തായി 6-ന്റെ 5-ന്റെ 15 വരെ എന്താണ്? എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഹൗ ടു പ്രേ. അതിന്റെ 6-ന്റെ 16 മുതൽ 18 വരെ ഹൗ ടു ഫാസ്റ്റ്, എങ്ങനെയാണ് നമുക്ക് ഫാസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ കോളേജ് ഒന്ന് പഠിക്കണ്ട, ഈ പോയിന്റ് വെച്ച് പഠിച്ചാൽ മതി, ബാക്കി എല്ലാം അതിനകത്തുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 6-ന്റെ 19 24 തന്നെ, 6-ന്റെ 19 24 സ്വർഗത്തിലെ നിധികളെ കുറിച്ച് കാണിക്കാം, അല്ലേ? ട്രഷർ ഇൻ ഹെവൻ. ഇനി 6-ന്റെ 25 മുതൽ 34 വരെ ഡു നോട്ട് വറി, അല്ലേ? ഡു നോട്ട് വറി. ഇതിനാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഡു നോട്ട് വറി. മാത്യു 7-ന്റെ 1 മുതൽ 6 വരെ എന്താണ്? ഡു നോട്ട് ജഡ്ജ്, അല്ലേ? ഡു നോട്ട് ജഡ്ജ്. 7-ന്റെ 7 മുതൽ 12 വരെ എന്താ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, സീക്ക്, നോക്ക്, അല്ലേ? പിന്നെ 7-ന്റെ 13 മുതൽ 16 എന്തിനാണ്? ദ നാരോ ഗേറ്റ്. അടുത്തെന്തുവാ? 7-ന്റെ 15 മുതൽ 23 എന്താണ്? ഫാൾസ് പ്രോഫിറ്റിനെ കുറിച്ച്, പ്രോഫിറ്റ്സ്. 7-ന്റെ 24 മുതൽ 27 എന്താണ്? ദ വൈസ് ബിൽഡർ, അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായ നിർമ്മാതാവ്, അല്ലെ? അല്ലെങ്കിൽ വീട് പണിയെ കുറിച്ച് കർത്താവ്. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ല, ഗിരിപ്രഭാഷണം അതായത് മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 5-ന്റെ 3 മുതൽ 7-ാം അധ്യായത്തിന്റെ 27 വരെയുള്ള വാക്യങ്ങളാണ് ഗിരിപ്രഭാഷണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും. മനസ്സിലായി? യേശുവിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ യേശുവിനെ പോലെ നമുക്ക് മാതൃക കാണിക്കാൻ പറ്റും. അതായത് മത്തായി സുവിശേഷം 7:28-29 അവസാനം പറയുന്നത് എന്താണ്? യേശു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുരുഷാരം അവന്റെ ഉപദേശത്തില് വിസ്മയിച്ചു. കേട്ടോ, കാരണം അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം നമ്മൾ ശരിക്ക് പഠിച്ചിട്ട് ഗിരിപ്രഭാഷണം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെങ്കിൽ നമുക്ക് തന്നെ വിസ്മയം തോന്നും. ആക്ച്വലി ആരും ഇത് പ്രസംഗിക്കാറുമില്ല, ആരും പഠിക്കാറുമില്ല, ജീവിതത്തിൽ കൊണ്ടുവരാറുമില്ല. നമ്മളതിൽ നിന്ന് സമയമെടുത്ത് പഠിച്ചു നോക്കി, ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് കൂടെ നമ്മൾ പഠിപ്പിക്കാനിടയും. ജീസസ്, അത് നമ്മുടെ ജീവിതത്തിലോട് കൊണ്ടുവരാൻ നോക്കാം, ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം കൊണ്ടുവരണമല്ലോ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് കർത്താവിന് നമ്മൾ വളരാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ തലയോളം വളരാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ തലയോളം നമുക്ക് വളരണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ നമ്മൾ കൂടുതൽ സഭകളിൽ എന്താണെന്ന് പറയുക, ലേഖനം പഠിപ്പിക്കുന്നത്, അല്ലേ? യേശുവിൻ്റെ ഉപദേശങ്ങൾ കുറവാണ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ കുറവാണ്. പൊതുവേ എല്ലാവരും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഉപദേശങ്ങൾ പൊതുവേ കുറവാണ്. പക്ഷേ യേശുവിൻ്റെ കറക്റ്റ് ഉപദേശങ്ങൾ പഠിപ്പിച്ച് നോക്കിയേ. ശരിക്കും റിയലായിട്ടുള്ള ഉപദേശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കിയേ. നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. അത് പലരും പറയുന്നുമില്ല, അല്ലേ? യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും പലരും പറയുന്നില്ല. നിന്റെ ക്രോസ് എന്ത് ചെയ്യണം? നീ അതിനെ ചുമക്കണം. യേശു പറഞ്ഞ കാര്യമല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ ക്രോസ് മാറാനാണ് പ്രാർത്ഥിക്കുന്നത്, ശരിയല്ലേ? യേശു പറഞ്ഞ എന്താണ്? നീ നിന്റെ ക്രോസ് ചുമക്കണം. തന്നെത്താൻ ചുമക്കണമെന്നില്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്കെല്ലാം ഒരു ക്രോസ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ ചുമന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ചുമന്നേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞ കാര്യമാണ്, അല്ലേ? നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. കഷ്ടമുണ്ടെന്ന് നമ്മൾ കഷ്ടത്തിൽ പോകാൻ വേണ്ടി പോകുന്നത് ഉപദേശിച്ചുകൊണ്ടിരിക്കുക. നോ, കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അടുത്തെന്തുവാ? ഹല്ലേലൂയ. നമ്മളെ അധികാരം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞോണ്ട്, അല്ലേ? പ്രൈസ് ഗോഡ്. നിങ്ങൾ ആർക്കാ ട്രീറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ദരിദ്രർക്കും വഴിയെ പോകുന്നവർക്കും, അല്ലേ? അല്ലെങ്കിൽ മുടനെ ചെയ്തവരെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് തരാൻ പറ്റാത്തവർക്ക് വേണം കൊടുക്കുവാൻ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആരാ? ഏറ്റവും പണക്കാരെ വിളിച്ച് കൊടുക്കും. കാരണം അവരുടെ നമുക്ക് ട്രീറ്റ് കിട്ടാൻ വേണ്ടി, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കർത്താവിൻ്റെ ആലോചന. ഒരു ശരീരത്തെ അടിച്ചാൽ വലിയ പാടാണ്. ഫസ്റ്റ്
ശരിയല്ലേ? വലിയ പാടാണ്. നമ്മൾ തിരിച്ചിരിക്കാൻ നോക്കും. യാ, നിങ്ങളുടെ ഉടുപ്പ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ പുറത്തെ ഉടുപ്പ് ചോദിച്ചാൽ അകത്തൂടെ കൊടുക്കണോ? പുതപ്പ് ചോദിച്ചാൽ അകത്തൂടെ ഊരി കൊടുക്കണോ വാങ്ങിക്കുന്നത്? ഷർട്ടോട് ഊരി കൊടുക്കണോ വാങ്ങിക്കുന്നത്? ഷർട്ട് ചോദിച്ചാൽ അകത്തെ മെരീനോട് ഊരി കൊടുക്കണോ വാങ്ങിക്കുന്നത്? ഒരു നാഴി നടക്കാൻ പറഞ്ഞാലോ 2 നാഴി കൂടെ പോക്കണം. കർത്താവിൻ്റെ ഉപദേശം ടോട്ടലി ഡിഫറെൻ്റാണ്. ഇന്നുള്ള ദൈവസഭയിൽ നോക്കുമ്പോഴത്തേക്ക് ടോട്ടലി ഡിഫറെൻ്റാണ്. ഒത്തിരി വ്യത്യാസമുണ്ട് ദൈവസഭയിലെ പഠിപ്പീരും കർത്താവിൻ്റെ ഉപദേശമുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സുവിശേഷം 3 നിങ്ങൾ എന്നും വായിക്കണം. ലേഖനം മാത്രം വായിച്ചാൽ പോരാ, സങ്കീർത്തനം മാത്രം വായിച്ചാൽ പോരാ, എല്ലാ ദിവസവും സുവിശേഷം വായിക്കണം. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപദേശം കൊണ്ടുവരണം. അത്ഭുതം മാത്രം പോരാ, ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം. വലിയ പാടാണ്. കർത്താവ് യേശു പറഞ്ഞ പോലെ ജീവിക്കാൻ വലിയ പാടാണ്. യേശു പറഞ്ഞ പോലെ ജീവിക്കാൻ വലിയ പാടാണ്. ശരിയല്ലേ? വലിയ പാടാണ്, വലിയ പാടാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ പോലെ വലിയ പാടാണ്. താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് എവിടെയാണ് പ്രതിഫലം കിട്ടുന്നത്? കർത്താവ് പറഞ്ഞ എവിടെയാണ്? എവിടെ കിട്ടുമെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുന്നു. ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് അമ്മമാരെ കിട്ടും, അപ്പന്മാരെ കിട്ടും, അല്ലെ സഹോദരന്മാരെ കിട്ടും. നിങ്ങളെല്ലാം ത്യജിച്ച് കളയുന്നുണ്ട്, നിത്യജീവനെയും കിട്ടും. ഹല്ലേലൂയ. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ കൊടുത്താൽ പ്രതിഫലം എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാം സ്വർഗത്തിൽ കിട്ടുന്നത്. പ്രൈസ് ഗോഡ്. ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവേ നന്ദി. അപ്പോൾ ഇന്ന് ഗിരിപ്രഭാഷണം പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്താണ്. നിങ്ങളൊന്ന് പോയി പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളത് പോയി വായിക്കണം. ഇന്നല്ല നാളെ ഒന്ന് വായിക്കണം സമയം കിട്ടുമ്പോഴത്തേക്ക്. കർത്താവ് പറഞ്ഞ് നമുക്ക് ഒരിക്കലും നിഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ തള്ളിക്കളയാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച വചനം നമ്മൾ വായിക്കണം. എന്തോ ആരോടോ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലേ? ഹല്ലേലൂയ. റാഖാമാനസി. In the name of Jesus, in the name of Jesus, in the name of Jesus. നമുക്ക് ദിവസം ചെയ്തിട്ട് ആത്മാവിൽ നിറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ, ഓ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഓ ജീസസ്, ജീസസ്, എല്ലാ യേശുവിനെ വിളിച്ചാൽ യേശുവേ, ജീസസ്, Jesus. Hallelujah. We worship you, Jesus. We worship you, Jesus. Hallelujah. We worship you, Jesus. We worship you, Jesus. We worship you, Jesus. Hallelujah. We worship you, Jesus. We worship you, Jesus. Hallelujah. Shabarakamana. We worship you. Hallelujah. We worship you, Jesus. Yes, we worship you. Hallelujah. Ribaba, ribaba. Hallelujah. Ribaba, ribajana, ribaba, ribajana, ribaba, ribajana, ribaba. Ribajana, ribaba, ribajana, ribaba, ribajana, ribaba. Hallelujah. Jesus. 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 അടിയങ്ങളോട് മനസ്സലിയോട് സാന്നിധ്യത്തിനായി സ്തോത്രം, സാന്നിധ്യത്തിനായി സ്തോത്രം, സാന്നിധ്യത്തിനായി സ്തോത്രം. വലിയ സാന്നിധ്യം വെളിപ്പെടുന്നു. ജീസസ് സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് പെട്ടെന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? എന്താ? കർത്താവിനെ യേശുവെ എന്ന് പറയാം. യേശുവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. കാരണം ഭൂമിയിൽ പരിശുദ്ധാത്മ എന്തിനാ? നമുക്ക് യേശുവിനെ ഉയർത്താൻ വേണ്ടിയാ. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് മെയിൻ ജോലി എന്തുവാ? യേശുവിനെ ഉയർത്തുവാൻ വേണ്ടി. ഹല്ലേലൂയ. യേശുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയാ. അതുകൊണ്ട് രാത്രി യേശു നമ്മൾ വായിക്കത്ത് വിളിച്ചു പറഞ്ഞു, യേശു, ജീസസ്, ജീസസ്. ഇവിടെയുള്ള കർമ്മന്മാരെ വെളിവന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്ത് പറഞ്ഞത്? ഓ ജീസസ്. അവർ ചുമ്മാ തമാശ പോലെ പറയുന്നതാണെങ്കിലും അതൊരു നല്ല അല്ലേ? ഓ ഗാഡ്, ജീസസ്. ഓ ജീസസ്. അവരൊക്കെ പറയാം പെട്ടെന്ന് ജീസസ്. ഓ ജീസസ്. നമ്മളെ പണ്ടൊക്കെ പറഞ്ഞു അയ്യോ അമ്മയെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ജീസസ് നിങ്ങൾ പറയാം. നമ്മൾ വായിൽ വിളിച്ച് പറഞ്ഞു ജീസസ്. നിങ്ങൾ 10 പ്രാവശ്യം ജീസസ് പറഞ്ഞു, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ അറ്റ്മോസ്ഫിയർ മാറും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജീസസ്, ജീസസ്, നിങ്ങൾ 10 പ്രാവശ്യം ഹൃദയം കൊണ്ട് പറഞ്ഞു പോയിക്കും. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറും. പരിശുദ്ധാത്മ പെട്ടെന്ന് ഓടി വരും. ഓ റാബാനസി, ജീസസ്. നിങ്ങൾ കാറിടുന്ന വെറുതെ വിളിച്ചോണ്ടിരുന്നു ജീസസ്, ജീസസ്. ദാവീദ് പുത്ര, ജീസസ്, ജീസസ്, ജീസസ്. ഓ റാബാന, ജീസസ്,
We worship you, Jesus. We worship you, Jesus. We surrender you, Jesus. We give you glory, Jesus. Hallelujah. ആ ദൂതൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ദൂതൻ പ്രധാന ദൂതൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മീഖായേൽ ഒരു പ്രധാന ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പട്ടാളക്കാരന്റെ അല്ലെങ്കിൽ ആ വലിയ ഒരു സോൾജറിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാളും പരിചയൊക്കെ വെച്ച് മീൻസ് കംപ്ലീറ്റ് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ദൂതൻ വന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വന്നപ്പോഴാണ് ദൂതൻ വന്നായിരുന്നു. വീണ്ടും ദൂതനെ കാണുകയും ഹല്ലേലൂയ. എന്തോ ദൂതൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദൂതൻ വരാൻ കാരണം പ്രധാന ദൂതൻ എത്താൻ കാരണം വെച്ചാൽ യേശു ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രധാന ദൂതൻ വരാൻ കാരണം യേശു ഉള്ളതുകൊണ്ടാണ്. മീഖായേൽ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ നേതാവാണ്. മീൻസ് ഈ ഡിഫൻസിന്റെ നേതാവാണ്. അതിന്റെ ഫസ്റ്റ് അല്ലേ അതിന്റെ ഊറാബാനസി. അതുകൊണ്ട് നിരാധനെ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. കർത്താവേ സംസാരിക്കണം. ഡെലിവറൻസ് വേണ്ടവരെല്ലാം പ്രാർത്ഥിക്കാം. ആ വിഷയത്തിൽ എനിക്ക് ഡെലിവറൻസ് വേണം കർത്താവേ.